ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ വാഹന പര്യടനം അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലാണ് തുടരുന്നത്. വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ അദ്ദേഹത്തെ വരവേൽക്കുന്നു. ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. വീണ്ടും ഒരു ഇരട്ട വോട്ട് ആരോപണവുമായി UDF സ്ഥാനാർത്ഥി കോടതിയിൽ പോയിരിക്കുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഇതിൽ കഴമ്പില്ല എന്നുള്ളത് പരിശോധിച്ച് ജില്ലാ കളക്ടർ തള്ളിയതാണ്. അപ്പോൾ അന്ന് മാധ്യമങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു. അതുകൊണ്ടായിരിക്കും കോടതിയിൽ പോയത്. കോടതി ആധികാരികമായി എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ വാദത്തെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും കളക്ടർ തള്ളിയതുപോലെ തന്നെ ഈ കേസും കോടതി പരിശോധിച്ച് തള്ളിക്കളയാനാണ് സാധ്യത. അങ്ങനൊരു വസ്തുതയില്ല. ഇല്ലാത്തത് തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി ലഭിക്കുന്നില്ല, ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇടപെട്ടത് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് അദ്ദേഹത്തിന് പരാതി. അതുകൊണ്ടാണ് കോടതിയിൽ പോയെന്ന് പറയുന്നത്. അല്ല, കോടതി കൂടി പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ആശങ്കയോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ നേരായ വഴിയിലാണ് പോകുന്നത്, ഞങ്ങൾ നേരായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങളത് പരിശോധിച്ചു, ഞങ്ങൾക്കത് ബോധ്യം വന്നില്ല. കോടതി പരിശോധിച്ച് ബോധ്യപ്പെടണമെങ്കിൽ പെടട്ടെ, നമുക്ക് പ്രശ്നമില്ല. UDFനെ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും ഞെരുക്കുന്നു, സാമ്പത്തികമില്ല. ഇടത് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി പണം ഒഴുക്കുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ഒരു ബോർഡിൻ്റെ അടുത്ത് അടൂർ പ്രകാശിൻ്റെ ബോർഡില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ 5 പോസ്റ്റർ അവരൊട്ടിക്കും. അപ്പോൾ പൈസ ഇല്ല എന്ന് പറയുന്ന അല്ല വസ്തുത. ഇതെല്ലാം ചില അഡ്വാൻസ് ആയിട്ടുള്ള ജാമ്യം എടുപ്പാണ്. വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. പൈസ ഒഴുക്കുന്നത് രാജ്യത്തെ ഭരണകക്ഷിയാണ് പൈസ ഒതുക്കുന്നത്. പിന്നെ കോൺഗ്രസും അതിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ അധ്വാനമാണ്. ഞങ്ങൾ കാശ് കൊടുത്തിട്ടല്ല പോസ്റ്റർ ഒട്ടിക്കുന്നത്, ഞങ്ങൾ കാശ് കൊടുത്തല്ല ബോർഡ് വയ്ക്കുന്നത്. അതെല്ലാം പാർട്ടി പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിനെ അങ്ങനെ കണക്കൂട്ടേണ്ട കാര്യം അതിനകത്തില്ല. വിജയം ഉറപ്പിച്ചാണ് ഈ യാത്ര തുടരുന്നത്. വിജയം ഉറപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത്. അത് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ആദ്യം മുതൽ ഞങ്ങൾ കാണുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെ ഞങ്ങൾക്കുണ്ട്. അതുതന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുന്നത്. വലിയ വിജയമുണ്ടാകുന്ന പ്രതീക്ഷ. ഇടതുമുന്നണിയുടെ കോട്ടയാണ് ആറ്റിങ്ങൽ. അവിടെ വലിയ വിജയമുണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയിയുടെ പര്യടനം തുടരുന്നത്. അരുൺ പാലോടിനൊപ്പം VV അരുൺ, News 18 തിരുവനന്തപുരം.